ആകാശത്തു നിന്നും പൊട്ടി വീണതുപോലൊരു വരവായിരുന്നു സ്റ്റുഡിയോ. 2 കൊല്ലം മുമ്പ് വരെ ഇന്ത്യക്കാരൻ കേട്ടിട്ട് പോലുമില്ലാത്ത ഒരു വസ്ത്ര ബ്രാൻഡ് രാജ്യവ്യാപകമായി ട്രെൻഡിങ്ങിൽ 1-ാം സ്ഥാനത്ത് വരിക. ഓരോ ദിവസവും 2 ഷോറൂമുകൾ പുതുതായി തുറക്കുക. ഇ-കൊമേഴ്സ് ആപ്പോ വെബ്സൈറ്റോ ഇല്ലാതെ ഫിസിക്കൽ സ്റ്റോർ വഴി മാത്രം കച്ചവടം നടത്തുക. 999 രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ഒരു സാധനവും കടയിൽ വിൽക്കില്ലെന്ന ബിസിനസ് സ്ട്രാറ്റജി മുന്നോട്ട് വയ്ക്കുക. 10 പൈസ പരസ്യത്തിന് മുടക്കാതിരിക്കുക. എന്നിട്ടും ലാഭം കുന്നുകൂട്ടുക. ഇന്ത്യ എന്നല്ല, ലോകം തന്നെ അതിശയത്തോടെ ചോദിക്കുകയാണ്, ആരാണ് രത്തൻ ടാറ്റയുടെ മാനസപുത്രനായ സ്റ്റുഡിയോ? എവിടെ നിന്നാണ് സ്റ്റുഡിയോയുടെ വരവ്? എന്താണ് അതിൻ്റെ കഥ? ആ കഥ തുടങ്ങുന്നത് 1998-ലാണ്. ലാക്മെ ഇന്ത്യയിൽ തങ്ങൾക്കുണ്ടായിരുന്ന 50% ഓഹരികൾ ടാറ്റ ഗ്രൂപ്പ് ഹിന്ദുസ്ഥാൻ യൂണിലിവറിനെ വിൽക്കുന്നു. ആ കച്ചവടത്തിൽ $48.46 മില്യൺ, അതായത് അന്നത്തെ കണക്കിൽ ഏതാണ്ട് 200 കോടി രൂപയാണ് ടാറ്റയ്ക്ക് ലഭിച്ചത്. ഈ പണം മറ്റൊന്നിനും ചിലവാക്കരുതെന്നും ഇന്ത്യൻ കോസ്മെറ്റിക്സ് വിപണിയിലേക്കുള്ള ടാറ്റയുടെ പ്രവേശനത്തിന് ഒരു സീഡ് ഫണ്ടായി സൂക്ഷിക്കണം എന്നുമായിരുന്നു രത്തൻ ടാറ്റയുടെ ആശയം. അതിന് ഡയറക്ടർ ബോർഡിന്റെ അനുമതിയും ലഭിച്ചു. അങ്ങനെയാണ് ടാറ്റ അവരുടെ റീറ്റെയിൽ കോസ്മെറ്റിക് ബ്രാൻഡുകളുടെ മാതൃകമ്പനിയായ ട്രെൻഡ് രൂപീകരിക്കുന്നത്. രത്തൻജി ടാറ്റയുടെ വളർത്തുമകനും രത്തൻ ടാറ്റയുടെ പിതാവുമായ നേവൽ ഹോർമുസ്ജി ടാറ്റയുടെ ഭാര്യയായി ടാറ്റ കുടുംബത്തിലേക്ക് വന്നു കയറിയ സിമോൺ ടാറ്റയെയാണ് ടാറ്റ ട്രെൻഡിന്റെ മേധാവിയായി രത്തൻ ടാറ്റ നിയമിച്ചത്. ബിസിനസ് ആശയങ്ങളുടെ നിറകുടമായിരുന്നു സിമോൺ ടാറ്റ. ലാക്മെ ഇന്ത്യ വിറ്റതിന് ശേഷം അതിനെ വെല്ലുന്നൊരു കോസ്മെറ്റിക് കമ്പനി ടാറ്റയ്ക്ക് സ്വന്തമായി വേണമെന്നായിരുന്നു രത്തൻ ടാറ്റയുടെ ആഗ്രഹമെങ്കിലും വളർത്തമ്മയായ സിമോൺ ടാറ്റ അത് സ്നേഹപൂർവ്വം എതിർത്തു. കാരണം 1998-ൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഇന്ത്യൻ വിപണി ആഗോള കുത്തകകൾക്ക് തുറന്നുകൊടുത്ത വർഷമായിരുന്നു. അമേരിക്കയിലും യൂറോപ്പിലും നിന്ന് ഇന്ത്യയിലേക്ക് കോസ്മെറ്റിക് ബ്രാൻഡുകളുടെ കുത്തൊഴുക്ക് തുടങ്ങിയ കാലം. അതുകൊണ്ട് തന്നെ ഒരു കോസ്മെറ്റിക് ബ്രാൻഡ് വേണ്ടെന്ന് സിമോൺ ടാറ്റ നിലപാടെടുത്തു. പകരം എന്തു ചെയ്യും? സിമോൺ ടാറ്റ തലപോയ്ക്കാൻ തുടങ്ങി. അങ്ങനെ സിമോണിന്റെ തലയിൽ കത്തിയ ബൾബായിരുന്നു വെസ്റ്റ് സൈഡ്. ഇന്ത്യയിലെ വളർന്നു വരുന്ന മധ്യ ഉപരിവിഭാഗത്തിന് ഏറ്റവും പുതിയ ഫാഷൻ വസ്ത്രങ്ങൾ ലഭ്യമാക്കാൻ സ്പാനിഷ് ബ്രാൻഡായ സാറ മാതൃകയിൽ സിമോൺ മദാമ വിഭാവനം ചെയ്ത ബ്രാൻഡാണ് വെസ്റ്റ് സൈഡ്. വളർത്തമ്മയുടെ ആശയം രത്തൻ ടാറ്റയ്ക്ക് ബോധിച്ചു. വസ്ത്രനിർമ്മാതാക്കളുമായി മുതുമുത്തച്ഛന്മാരുടെ കാലം മുതൽ ടാറ്റ കുടുംബത്തിലുള്ള ബന്ധവും മികച്ച ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ മെന്റർഷിപ്പും ടാറ്റയ്ക്ക് മുതൽക്കൂട്ടാകുമെന്ന് അദ്ദേഹം കരുതി. അങ്ങനെ ലാക്മയുടെ കച്ചവടം അവസാനിപ്പിച്ച് മാസങ്ങൾക്കുള്ളിൽ സൗത്ത് മുംബൈയിലെ ഹ്യൂസ് റോഡിൽ വെസ്റ്റ് സൈഡിന്റെ ആദ്യത്തെ ഷോറൂം യാഥാർത്ഥ്യമായി. ടാറ്റയാണ്, കാശിന് ഒരു പഞ്ഞവുമില്ലാത്ത കൂട്ടരാണ്. വെസ്റ്റ് സൈഡ് ഇന്ത്യയിലെ ടയർ 1 നഗരങ്ങളിൽ പടയോട്ടം തുടങ്ങി. 90കളിൽ ഇന്ത്യൻ ഫാഷൻ സങ്കല്പങ്ങളെ നയിച്ചിരുന്നത് സൽവാർ കമ്മീസ് ആയിരുന്നു. മുകളിൽ ധരിക്കുന്ന കുർത്തിയും താഴെയുള്ള പലാസോയും ദുപ്പട്ടയും വെവ്വേറെയാക്കി ലഭിച്ചിരുന്ന മാർക്കറ്റിലേക്കാണ് കുർത്തിക്ക് കോമ്പിനേഷനായി ജീൻസ് എന്ന ഒരൊറ്റ ഫാഷൻ കൺസെപ്റ്റിൽ മുംബൈയിലെ ഷോറൂം വെസ്റ്റ് സൈഡ് തുറക്കുന്നത്. അത് കയറി അങ്ങ് ഹിറ്റായി. അനിത് അറോറ, ഉമാഷാൻ നായിഡു, സഞ്ജിത ഹാൽദങ്കർ, സഞ്ജീവ് ഭഗത് തുടങ്ങി പേരും പെരുമയുമുള്ള ഡിസൈനർമാർ ബോളിവുഡ് ഫാഷൻ സങ്കല്പങ്ങളെ ഷോറൂമുകളിലേക്ക് കൊണ്ടുവന്നതോടെ വെസ്റ്റ് സൈഡ് ഷോറൂമുകളുടെ എണ്ണം 100 കടന്നു കുതിച്ചു. ജിയ, ബോംബെ പേസ്ലി, വാർഡ്രോബ്, ന്യൂഓൺ, ETA, ആസ്കോട്ട് തുടങ്ങി 97% സ്വന്തം ബ്രാൻഡുകൾ മാത്രം വിൽക്കുന്ന വെസ്റ്റ് സൈഡ് ഷോറൂമുകളുടെ വിജയം പക്ഷേ ടാറ്റ ട്രെൻഡിനെ എത്തിച്ചത് മറ്റൊരു സ്വത്ത് പ്രതിസന്ധിയിലേക്കാണ്. വെസ്റ്റ് സൈഡ് ഒരു ആഡംബര ബ്രാൻഡാണെന്നും തങ്ങൾക്ക് പോകാൻ പറ്റിയ സ്ഥലമല്ലെന്നും ഇടത്തരക്കാരിലും ലോവർ മിഡിൽ ക്ലാസിനിടയിലും ധാരണ പടർന്നു. ഒരു വലിയ വിപണിയാണ് തങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് എന്ന് ടാറ്റയ്ക്ക് മനസ്സിലായി. ഇന്ത്യൻ ഫാഷൻ വസ്ത്ര വിപണിയുടെ രാജ്ഞിയായ സിമോൺ ടാറ്റയോട് തന്നെ അവർ ഉപദേശം തേടി. അങ്ങനെ വെസ്റ്റ് സൈഡ് സൃഷ്ടിച്ച മാർക്കറ്റ് ഗ്യാപ്പിലേക്ക് സാധാരണക്കാർക്ക്, അതായത് ഒരു കുർത്തി വാങ്ങാൻ 1000 രൂപയിലധികം ചെലവഴിക്കാൻ മനസ്സില്ലാത്തവർക്ക് ഒരു ബ്രാൻഡ് വേണമെന്ന് സിമോണിന്റെ ഉപദേശമെത്തി. ആ ബ്രാൻഡ് എങ്ങനെ വേണമെന്ന് അവരൊരു പ്രോട്ടോടൈപ്പും തയ്യാറാക്കി. പക്ഷേ അപ്പോഴേക്കും ഇന്ത്യയിൽ കാര്യങ്ങൾ പാടെ അങ്ങ് മാറിയിരുന്നു. ഫാഷൻ കൺസെപ്റ്റുകൾക്കായി ബോളിവുഡിലേക്ക് നോക്കുന്ന ശീലം മാറി. സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ എല്ലാ അതിരുകളും ഭേദിച്ചു. കാശുണ്ടാക്കാൻ സാധിക്കുന്നവരെല്ലാം കാശുണ്ടാക്കി. ആദിത്യ ബിർള റീറ്റെയിലേഴ്സും കിഷോർ ബിയനിയുടെ ഫ്യൂച്ചർ ഗ്രൂപ്പും റിലയൻസും എല്ലാം വിപണി ഭരിക്കുകയായിരുന്നു. എന്നാൽ ടാറ്റയ്ക്ക് ഇന്ത്യയിൽ ആരെയും ഭയക്കേണ്ടതില്ലെന്നും ധൈര്യമായി മുന്നോട്ട് പോകാനുമായിരുന്നു രത്തൻ ടാറ്റയുടെ നിർദ്ദേശം. സിമോണിന്റെ കാർമ്മികത്വത്തിൽ ട്രെൻഡ് ടീം തയ്യാറാക്കിയ പ്രോട്ടോടൈപ്പ് ഇങ്ങനെയായിരുന്നു. വിലക്കുറവായിരിക്കണം പുതിയ ഫാഷൻ സ്റ്റോറിന്റെ മുഖമുദ്ര. വസ്ത്രം ഇന്റർനെറ്റിൽ വാങ്ങുന്ന പരിപാടി ഇന്ത്യക്കാർ ഏതാണ്ട് അവസാനിപ്പിക്കുകയാണ്. അവർക്ക് ഷോറൂം എക്സ്പീരിയൻസ് വേണം. അതുകൊണ്ട് സാധാരണക്കാർക്കുള്ളതാണെങ്കിലും പുതിയ ഷോറൂമുകൾ അപ്പർ ക്ലാസ് നിലവാരത്തിലാവണം. സിമ്പിൾ ബ്രാൻഡിംഗ് ആയിരിക്കണം, അതായത് കറുപ്പിലും വെളുപ്പിലും മാത്രം. വസ്ത്രങ്ങളായിരിക്കണം അവിടെ കളർഫുൾ. ഇന്ത്യയിലെ ടയർ 2, 3, 4 നഗരങ്ങളിലും ചെറുപട്ടണങ്ങളിലും ഏറ്റവും പ്രൈം ലൊക്കേഷനിലായിരിക്കണം ഷോറൂമുകൾ. ഒരിക്കലും അതൊരു ഡിസ്കൗണ്ട് ഷോപ്പോ സീസണൽ ഷോപ്പിങ്ങിന് ആളുകൾ എത്തുന്നിടമോ ആകരുത്. സൂപ്പർ മാർക്കറ്റിൽ പോകും പോലെ കസ്റ്റമർ ഇടയ്ക്കിടെ കയറി ഇറങ്ങണം. അതിനിണങ്ങുന്ന എക്സ്പീരിയൻസ് നൽകണം. ജീവനക്കാർക്ക് ലോക നിലവാരത്തിൽ ട്രെയിനിങ് നൽകണം. അങ്ങനെ സ്റ്റുഡിയോ പിറന്നു. ആഫ്രിക്കൻ അമേരിക്കൻ അടിമകളുടെ ഫോക്ക് ശീലുകളിൽ ഒന്നായ സ്റ്റുഡിയോ എന്ന പേര് തന്നെ കൗതുകമായിരുന്നു. 2016-ൽ ബാംഗ്ലൂരുവിലെ കൊമേഴ്സ്യൽ സ്ട്രീറ്റിൽ ആദ്യ ഷോറൂം തുറന്ന ദിവസം 3 കിലോമീറ്റർ റോഡ് ബ്ലോക്ക് ഉണ്ടായത് ചരിത്രം. എന്നാൽ സ്റ്റുഡിയോയുടെ ട്വിസ്റ്റ് സംഭവിച്ചത് 2020-ൽ കോവിഡ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ്. ജനങ്ങൾ
ജനങ്ങൾ ഒഴിഞ്ഞ തെരുവുകളിൽ നിർമ്മാണം സ്തംഭിച്ച കെട്ടിടങ്ങൾ മാർക്ക് ചെയ്ത സ്റ്റുഡിയോ എക്സ്പാൻഷൻ മാനേജർമാർ വിലപേശി ലീസുകൾ സ്വന്തമാക്കി. വൻകിട കമ്പനികൾ തങ്ങളുടെ ഷോറൂമുകൾ ലേ ഓഫ് ചെയ്തപ്പോൾ സ്റ്റുഡിയോ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. 250-ലേറെ ഷോറൂമുകളാണ് ഇത്തരത്തിൽ കോവിഡ് കാലത്ത് മാർക്ക് ചെയ്ത് സ്റ്റുഡിയോ ലീസ് കരാറുകളിലൂടെ സ്വന്തമാക്കിയത്. ലോക്ക്ഡൌൺ കഴിഞ്ഞ് ജനജീവിതം സാധാരണ നിലയിലായതോടെ ചെറുപട്ടണങ്ങളിൽ പെട്ടെന്ന് എവിടെ നിന്നെന്നറിയാതെ ഒച്ചയും ബഹളവുമില്ലാതെ സ്റ്റുഡിയോ ഷോറൂമുകൾ പൊങ്ങി. ഇതെന്ത് സെറ്റപ്പ് എന്ന് അതിശയിച്ചവർ പോലും ഒരു മാസത്തിനുള്ളിൽ കുടുംബവുമായി സ്റ്റുഡിയോയിലേക്ക് എത്തി. ഈ വീഡിയോ ചെയ്യും വരെ 513 സ്റ്റുഡിയോ സ്റ്റോറുകൾ ഇന്ത്യയിലെമ്പാടുമായി തുറന്നിരിപ്പുണ്ട്. ഇന്ത്യൻ റീറ്റെയിൽ വ്യവസായം ഇതുവരെ കാണാത്ത വ്യാപാര തന്ത്രങ്ങളാണ് സ്റ്റുഡിയോയുടേത്. ₹1 പരസ്യരംഗത്ത് മുടക്കാതിരുന്നിട്ടും ഇൻസ്റ്റഗ്രാമിൽ എന്നും സ്റ്റുഡിയോ ട്രെൻഡിങ്ങിലെത്തുന്നത് ഈ സ്ട്രാറ്റജിയുടെ മാജിക് ആണ്. ചിലത് എടുത്തു പറയേണ്ടതാണ്. വിലയാണ് സ്റ്റുഡിയോയിലെ കിങ്. ₹999 കൂടുതൽ വിലയുള്ള ഒന്നും സ്റ്റുഡിയോ സ്റ്റോറിൽ ലഭിക്കില്ല. പണത്തിന് മൂല്യം പ്രതീക്ഷിക്കുന്ന ഇന്ത്യൻ കസ്റ്റമറെ ആകർഷിക്കാൻ ഇതിൽ പരം മറ്റെന്ത് വേണം? ₹99 1/2 ലിറ്ററോളം ഒന്നാംകിട സ്കിൻ മോയ്സ്ചറൈസർ വിൽക്കുന്നുണ്ട് സ്റ്റുഡിയോ. ₹800 ലോകോത്തര ക്വാളിറ്റിയുള്ള ജീൻസും ₹600 ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിലുള്ള കുർത്തികളും ടോപ്പുകളും വിൽക്കുന്നു. ഇവർക്കിതെല്ലാം എങ്ങനെ സാധിക്കുന്നുവെന്ന് അമ്പരക്കുകയാണ് റീറ്റെയിൽ ലോകം. ഉത്തരം സിമ്പിളാണ്. മാനുഫാക്ചറർ ടു കസ്റ്റമർ സപ്ലൈ ചെയിനിൽ വാൾമാർട്ടിനെ അനുകരിക്കുകയാണ് സ്റ്റുഡിയോ. കുറവ് വിലയിൽ കൂടുതൽ വിൽക്കുക. ഒരേ ടീഷർട്ട് ₹300 സ്റ്റുഡിയോയിലും ₹700 വെസ്റ്റ് സൈഡിലും ലഭിക്കും. ഡിസൈനിൽ ചെറിയ മാറ്റങ്ങളോടെ, എന്നാൽ ഗുണമേന്മയിൽ കുറവ് വരാതെ. ടാറ്റ തങ്ങളുടെ സ്വന്തം ബ്രാൻഡുകൾ മാത്രമാണ് സ്റ്റുഡിയോയിലും വെസ്റ്റ് സൈഡിലും വിൽക്കുന്നത്. അതായത് തുണിയുടെ നൂല് തിരഞ്ഞെടുക്കുന്നത് മുതൽ വിൽപ്പന വിലയിലെ ഏറ്റക്കുറച്ചിൽ വരെ അവർക്ക് പരിപൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സാരം. നമ്മുടെ നാട്ടിലെ പഴയ സ്റ്റോക്ക് വിറ്റഴിക്കൽ കടകളുടെ അതേ ബിസിനസ് മോഡൽ, പക്ഷേ മികച്ച ക്വാളിറ്റിയാണ് വ്യത്യാസം. ₹1 ട്രഡീഷണൽ മാർക്കറ്റിംഗ് രംഗത്ത് സ്റ്റുഡിയോ മുടക്കുന്നില്ല. പകരം വിലക്കുറവിൽ മികച്ച ഉൽപ്പന്നങ്ങൾ നൽകി തങ്ങളുടെ കോർ കസ്റ്റമേഴ്സിനെ എന്നും കൂടെ നിർത്തുക എന്നതാണ് അവരുടെ രീതി. അതേസമയം തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും മികച്ച രീതിയിൽ ഇടപെടാൻ ഒരു വലിയ ടീം തന്നെയുണ്ട് സ്റ്റുഡിയോയ്ക്ക്. അവരുടെ കസ്റ്റമർ ബേസ് 14 വയസ്സ് മുതൽ 34 വയസ്സ് വരെയുള്ള ഇന്ത്യൻ യുവതയാണ് എന്നതിനാൽ ഇത് വളരെ പ്രധാനമാണ്. ഇൻഫ്ലുവൻസേഴ്സിനെ സമർത്ഥമായി ഉപയോഗിക്കാൻ സ്റ്റുഡിയോയ്ക്ക് അറിയാം. തങ്ങളുടെ സ്റ്റോറുകളിൽ 3 ദിവസത്തിൽ കൂടുതൽ ഒരേ ഡിസ്പ്ലേ സ്റ്റുഡിയോ അനുവദിക്കില്ല. അവർ നിരന്തരം തങ്ങളുടെ സ്റ്റോക്ക് റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കും. മാറുന്ന ട്രെൻഡുകൾ ഉടനടി ഹാങ്ങറുകളിലും ഷെൽഫുകളിലും കാണാം. പിന്നെ നിറങ്ങൾ, അതൊരു രക്ഷയുമില്ല. ജീവനക്കാർക്ക് ഏറ്റവും മുന്തിയ പരിശീലനം സ്റ്റുഡിയോ ഉറപ്പാക്കുന്നു. സ്റ്റോറുകൾ കണക്ട് ചെയ്യാനുള്ള എഫിഷ്യൻസിയും വേറെ ലെവലാണ്. പിന്നെ സ്റ്റുഡിയോ സ്റ്റോർ ലൊക്കേഷനുകളും പ്രധാനമാണ്. പ്രൈം ലൊക്കേഷനുകൾ മാത്രമേ സ്റ്റുഡിയോ തിരഞ്ഞെടുക്കാറുള്ളൂ. സ്റ്റോറുകൾ തുടങ്ങാൻ തിരഞ്ഞെടുക്കുന്ന പട്ടണങ്ങളെക്കുറിച്ച് മാസങ്ങൾ നീണ്ട കസ്റ്റമർ സർവേകളാണ് നടത്താറ്. അതിന്റെ എല്ലാം ഗുണം കാണാനുമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് സ്റ്റോർ ക്ലോസിംഗ് റേഷ്യോ ഉള്ളത് സ്റ്റുഡിയോയ്ക്കാണ്. തുറന്ന ഒന്നും അവർക്ക് പൂട്ടേണ്ടി വരാറില്ല. പിന്നെ ഓൺലൈനിൽ സ്വന്തമായി ആപ്പോ ഷോപ്പ് ചെയ്യാവുന്ന തരത്തിലുള്ള വെബ്സൈറ്റോ സ്റ്റുഡിയോയ്ക്കില്ല. വെബ്സൈറ്റ് വളരെ ബേസിക് ആയ ഒന്ന് മാത്രമാണ്. അതിൽ വിൽപ്പനയില്ല. ടാറ്റ ന്യൂവിൽ തേർഡ് പാർട്ടി ഓർഡറുകൾ സ്വീകരിക്കാറുണ്ടെങ്കിലും തങ്ങളുടെ ലേറ്റസ്റ്റ് ട്രെൻഡുകൾ സ്റ്റുഡിയോ ഇതിൽ പ്രദർശിപ്പിക്കാറില്ല. ഇ കൊമേഴ്സ് വിൽപ്പനയ്ക്കുള്ള ഉയർന്ന ഓപ്പറേഷണൽ കോസ്റ്റുകളും റിട്ടേണിംഗ് ഓർഡറുകളും ഒഴിവാക്കിയാണ് സ്റ്റുഡിയോയുടെ പ്രവർത്തനം. സ്വന്തമായി ഉണ്ടാക്കുന്ന ബ്രാൻഡ് സ്വന്തം സ്റ്റോറിൽ വിൽക്കുമ്പോൾ സ്റ്റുഡിയോയ്ക്ക് ബോധിച്ച വിലയിടാം. കാരണം അതേ ബ്രാൻഡ് മറ്റെങ്ങുമില്ല, വിലയിൽ കോമ്പറ്റീഷൻ ഇല്ല. പ്രൈവറ്റ് ലേബലിംഗ് വളരെ സമർത്ഥമായി നടപ്പാക്കുന്ന ടാറ്റയുടെ 2 ബ്രാൻഡുകളാണ് വെസ്റ്റ് സൈഡും സ്റ്റുഡിയോയും. വസ്ത്ര വിപണന രംഗത്ത് ഇത് വളരെ എഫക്റ്റീവായ രീതിയുമാണ്. 3200 കോടി രൂപയുടെ വിൽപ്പന നേടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം സ്റ്റുഡിയോ. അടുത്ത 2 വർഷങ്ങളിലായി മറ്റൊരു ഇന്ത്യൻ റീറ്റെയിലർക്കും ആലോചിക്കാൻ പോലും സാധിക്കാത്ത എക്സ്പാൻഷനാണ് സ്റ്റുഡിയോ ലക്ഷ്യമിടുന്നത്. അതിൽ പ്രധാനം ഓരോ ദിവസവും 2 പുതിയ സ്റ്റോറുകൾ ആരംഭിക്കുക എന്നതാണ്. 2024 അവസാനം 1000 സ്റ്റോറുകൾ തികയ്ക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അവർ മെല്ലെ അടുക്കുന്നു. വിപണിയിൽ സ്വന്തം ബ്രാൻഡായ വെസ്റ്റ് സൈഡിനോടാണ് സ്റ്റുഡിയോ മത്സരിക്കുന്നതെന്നും സ്റ്റുഡിയോയുടെ പോപ്പുലാരിറ്റി വെസ്റ്റ് സൈഡിനെ കൊല്ലുകയാണെന്നുമുള്ള ഓഹരി വിപണിയുടെ വിമർശനങ്ങളോട് ട്രെൻഡ് പ്രതികരിക്കാറില്ല. അവരുടെ വെബ്സൈറ്റിൽ പറയും പോലെ 2 പേരും പരസ്പരം മത്സരിക്കുകയല്ല, വളർത്തുകയാണ് എന്നാണ് ടാറ്റ പറയാറുള്ളത്. സ്റ്റുഡിയോയുടെ ഭാവി പ്രതീക്ഷയുണർത്തുന്നതാണ്. ഇന്ത്യയിൽ ടാറ്റയ്ക്ക് സാധിക്കാത്തതായി ഒന്നുമില്ലെന്ന് ഒരിക്കൽ കൂടി അടിവരയിടുന്നു സ്റ്റുഡിയോയുടെ ഈ നിശബ്ദ വിപ്ലവം. ഇത്ര നേരം ഒപ്പമായിരുന്നതിന് നന്ദി.